ഇന്ത്യയിൽ ആകാശ് എന്ന് പറയുന്ന ടാബ്ലറ്റ് PC ആദ്യം വന്നു, രണ്ടാമത്തെ വോളിയം വീണ്ടും വന്നു. ഒരു 3000 രൂപയ്ക്ക് ഇന്ന് മാക്കിൻടോസ് ആപ്പിൾ എന്ന് പറയുന്ന ഹൈ ക്വാളിറ്റിയുടെ 40,000 റുപ്പീസിന് പകരം മെയ്ഡ് ഇൻ ഇന്ത്യ ആയ ടാബ്ലറ്റ് PC ആകാശ് വന്നു. നമുക്ക് അഭിമാനിക്കാവുന്നതാണ് അതൊക്കെ. ഒരു 3000 രൂപയ്ക്കാണ്. അതും 1500 രൂപ സർക്കാർ ഡിസ്കൗണ്ട് കൊടുത്തുകൊണ്ട്, സബ്സിഡി കൊടുത്തുകൊണ്ട് 1500 രൂപയ്ക്ക് ഇന്ത്യയിലെ 60 കോടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ സ്വപ്നം കാണുന്നവർ അവരല്ല, നമ്മളൊക്കെ ഒരുമിച്ച് സ്വപ്നം കാണും. 60 കോടി ഇന്ത്യയിൽ അത് LKG വിദ്യാർത്ഥികൾക്ക് വരെ ഒരു ടാബ്ലറ്റ് PC, ആ വലിയ ടെക്സ്റ്റ് ബുക്കിന്റെ ഭാണ്ഡം പേറി പോകുന്ന മക്കൾക്ക് ഒരു ചെറിയ സ്ലേറ്റ് കഷ്ണം കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം ഒട്ടും വിദൂരമല്ല. അപ്പൊ ഇത് സ്വപ്നം കണ്ടുകൊണ്ടാണ് ഇത്തരം സ്ഥാപനങ്ങളും ഇതുപോലത്തെ കൺവിൻസിങ്ങും ഈ ഇരിക്കുന്ന വിദ്യാർത്ഥികളും ഭാവി സ്വപ്നം കാണേണ്ടത്. അല്ലാതെ ഒരു മൊബൈൽ കൊണ്ടോ ഒരു കമ്മ്യൂണിക്കേറ്റിംഗ് ഒരു സിമ്പിൾ പ്രൊഡക്റ്റ് കൊണ്ട് അവസാനിക്കുന്നില്ല നമ്മുടെ ഈ വയർലെസ് യുഗം. അബ്ദുൽ കലാം എപ്പോഴും പറയാറുണ്ട്, സ്വപ്നം കാണുമ്പോൾ നിങ്ങൾ വലിയ വലിയ സ്വപ്നങ്ങൾ കാണും, അതിൽ പിശുക്കത്തരം കാണിക്കരുത്. ആ സ്വപ്നം തന്നെയാണ് ഒരിക്കലും യാഥാർത്ഥ്യമാകുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഇന്നത്തെ മൊബൈലൊക്കെ മാറി നല്ലൊരു ടാബ്ലറ്റ് PC നമ്മളൊക്കെ സ്വപ്നം കാണുന്നു. മാത്രമല്ല 1500 രൂപയ്ക്ക് ഈ പാവപ്പെട്ട ഇന്ത്യ രാജ്യത്ത് ഈ പാവപ്പെട്ട സ്കൂളിലേക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റുമെന്നുള്ളൊരു ചിന്ത പല ബിസിനസ് വലിയ വലിയ തന്ത്രജ്ഞരായ എന്റർപ്രനേഴ്സ് യോഗം ചേർന്നപ്പോൾ അവർക്കും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി. ഓരോ സ്കൂളിലേക്കും വേണ്ട ആയിരക്കണക്കിന് ടാബ്ലറ്റ് PC 1500 രൂപ ഓഫർ ചെയ്യാൻ, സ്പോൺസർ ചെയ്യാൻ കമ്പനിക്കാർ തയ്യാറാണ്, സൗജന്യമായി കൊടുക്കാൻ. എന്താണ് അതിന്റെ തന്ത്രം? 1500 സർക്കാർ കൊടുക്കണം, 1500 പ്രൈവറ്റ് കമ്പനി സൗജന്യമായിട്ട് കൊടുക്കുക ആ പൈസ. കാരണം അവരുടെ പരസ്യം ആ ടാബ്ലറ്റ് PC ഉണ്ടാവും. 1500 രൂപയ്ക്ക് ഒരു കൊല്ലത്തെ പരസ്യം ചെയ്യാൻ ഏത് കമ്പനിക്കാ പറ്റുക? ഒരിക്കലും കഴിയില്ല. വളരെ വർത്തായ ഒരു അഡ്വർടൈസിങ് മീഡിയ ആയിരിക്കും ഇനി ഈ ടാബ്ലറ്റ് PC വരുന്നത്. പക്ഷെ അത് ഫിൽട്ടർ ചെയ്യണം. ആവശ്യമേത്, അനാവശ്യമേത്, കുട്ടികൾ വഴി തെറ്റുന്ന അനാവശ്യ പരസ്യങ്ങളുണ്ടോ എന്നൊക്കെ ഒരു ബോഡി തീരുമാനമെടുത്ത് ആ കാര്യം ഇംപ്ലിമെന്റ് ചെയ്താൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് പാവപ്പെട്ടവർക്കടക്കം, ആവറേജുകാർക്കും ബിലോ ആവറേജുകാർക്കും, സാധാരണ LKG UKG വിദ്യാർത്ഥികൾക്ക് പോലും, ഗവൺമെന്റ് സ്കൂളുകൾക്ക് പോലും ഒരു ടാബ്ലറ്റ് PC സ്വന്തമാക്കാൻ ഇന്ന് വിദ്യാർത്ഥികൾക്ക് സാധിക്കുമെന്നുള്ളതിൻ്റെ ഒരു പച്ചക്കൊടിയാണ് ആ കാണിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു രംഗത്തേക്കാണ് ബിഡ്കോ എന്ന ഈ സ്ഥാപനം ഞങ്ങളുടെ വിദ്യാർത്ഥികളെയും ഇവിടുത്തെ ചെറുപ്പക്കാരെയും ക്ഷണിക്കുന്നത്. അത്തരം സ്വപ്നം കാണാൻ ഈ സംഘാടകരെ കൂടെ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി ഞാനിപ്പം പ്രാർത്ഥിക്കുന്നു, വിശ്വസിക്കുന്നു, ചിന്തിക്കുന്നു. ഈ ഒരു വൈകിയ വേളയിൽ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് വളരെ 12 വർഷം പിന്നിട്ടു കമ്പനി. 1998 ആരംഭിച്ചിട്ടുണ്ടെങ്കിലും 2000 ഒരു പ്രൊഫഷണൽ കമ്പനിയായിട്ട് ബിഡ്കോ രൂപം കൊള്ളുന്നത്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയ പെട്ടിക്കട പറഞ്ഞു ഞാൻ. പക്ഷെ മനസ്സ്, അതിന്റെ ഡ്രീം, അതിന്റെ ചിന്തകൾ വളരെ വലുതായിരുന്നു. അബ്ദുൽ കലാം പറഞ്ഞ പോലെ അതിന്റെ ഏകദേശം ഇതാ ആഗ്രഹമൊക്കെ പഠിച്ചും സാധിപ്പിച്ചു തന്നിട്ടുണ്ട്. 6000-ലധികം വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് പഠിച്ച് പുറത്തിറങ്ങി. അതിൽ 6000-ഉം എന്ന് വേണമെങ്കിൽ പറയാം 99% ആളുകളും 10,000 മുതൽ 2 ലക്ഷം രൂപ വരെ ശമ്പളം വാങ്ങുന്ന നല്ല എംപ്ലോയീസ് ആയി മാറി. തീർന്നില്ല, അതിൽ നിന്ന് 400 ആളുകൾ ബെസ്റ്റ് എന്റർപ്രനർ മാറിയിട്ടുണ്ട്. ആ 400 പേരും ഓരോ ആളുകളും 50, 25, 100 പേർക്ക് ജോലി കൊടുക്കുന്ന ബെസ്റ്റ് എന്റർപ്രനറായി ആ 400 പേരിൽ ചിലർ മാറിയിട്ടുണ്ട്. അത് കമ്പനിയുടെ വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. ഞങ്ങൾ എന്ത് സമ്പാദിച്ചു എന്നല്ല, ഞങ്ങൾക്ക് എന്ത് സമ്പാദ്യം മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ്. എന്റെ പാർട്ണർ മുത്തു പറയാറുണ്ട്, ഏതൊരു വിദ്യാർത്ഥിയെ ഞങ്ങൾ പുറത്തു വെച്ച് കാണുമ്പോൾ പറയണം, ഇതാണ് ഞാൻ പഠിച്ച സ്ഥാപനം, ഇത് എന്റേതാണ് എന്ന് ചൂണ്ടാൻ എനിക്ക് പറ്റണം. അതിനർത്ഥം ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയവർ ഇതിലും വലിയ സ്ഥാപനങ്ങൾ തുടങ്ങണമെന്നാണ്. ഞാൻ എൻ്റെ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു മാരുതി ആൾട്ടോ കാറുമായി എൻ്റെ സൈഡിൽ കൊണ്ടിരുത്തി വേറൊരു കുട്ടി ഒരു BMW 3 Series എൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, സാർ ഞാൻ താങ്കളുടെ വിദ്യാർത്ഥിയാണ്, ഈ കാറും അത് എൻ്റെ കാറാണ്. അദ്ദേഹത്തെ പഠിപ്പിച്ച ഓണറുടെ കാറ് മാരുതി ആൾട്ടോ ആയിരുന്നു, പഠിച്ച വിദ്യാർത്ഥിയുടെ കാറ് BMW 3 Series ആയിരുന്നു. മുത്തു പറഞ്ഞതിൽ വളരെ സത്യമുണ്ട്. ഇതാണ് എൻ്റെ വിദ്യാർത്ഥികൾ, ഇതെൻ്റെ വിദ്യാർത്ഥികളുടെ സ്ഥാപനമാണെന്ന് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കണം. നിങ്ങളോടാണ് ഈ പറയുന്നത്. നിങ്ങൾ വളരണം, ഉയരണം, അപ്പോഴേ ഈ സ്ഥാപനം നിലനിൽക്കുകയുള്ളൂ. പിന്നെ പറഞ്ഞല്ലോ, ഒരു മുസ്ലിം സമുദായത്തിൽ ജീവിച്ച അതേ അന്തരീക്ഷത്തിൽ വളർന്ന ആളുകളാണ് ഞങ്ങളൊക്കെ, പാർട്ട്ണർമാരൊക്കെ. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ലോകത്തുനിന്ന് കാരുണ്യ പ്രവർത്തനത്തിന് ഫലം കിട്ടിയില്ലെങ്കിലും നാളെ പടച്ചവനത് തരുമെന്നുള്ള ഉറച്ച വിശ്വാസമുള്ള ആളുകൾ തന്നെയാണ്. ഒരു പക്ഷെ അതായിരിക്കാം ഈ ഒരു വളരെ പ്രധാനപ്പെട്ട പ്രചോദനം, അത് തന്നെ ആയിരിക്കും. അതിൽ യാതൊരു സംശയവും ഞങ്ങൾക്കില്ല. ഏതായാലും ഇനിയും ഈ സ്ഥാപനം വളരട്ടെ എന്ന് നിങ്ങളെപ്പോലെ ഞാനും പ്രാർത്ഥിക്കുന്നു, നിങ്ങളും പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് 12ാം വാർഷികത്തിന്റെ ആഘോഷ പരിപാടിയിലാണ് നമ്മളിപ്പോൾ. അതിനുവേണ്ടി വിശാലമായ ഒരു വിപുലമായ പരിപാടി കോട്ടക്കൽ ഞങ്ങൾ ആസ്ഥാനമായ കോട്ടക്കൽ ഹെഡ് ഓഫീസിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നും പറയണം, ഇത് ഞങ്ങളുടെ ബ്രാഞ്ചാണ്. കോട്ടക്കൽ ഗ്രാമത്തിലാണ് ഞങ്ങളുടെ ഹെഡ് ഓഫീസ്. അത് ഇപ്പോഴും എന്നും എവിടെ പോയാലും, അമേരിക്കയിൽ പോയാലും ലണ്ടനിൽ പോയാലും പറയും ഹെഡ് ഓഫീസ് കോട്ടക്കൽ, ബ്രാഞ്ചുകൾ അമേരിക്കയിൽ എന്ന് പറയാൻ അഭിമാനത്തോടെ പറയണം.
ഇതൊരിക്കലും ഞാൻ എറണാകുളത്ത് ഒരു സെമിനാറിൽ പങ്കെടുക്കുമ്പോൾ ചോദിച്ചു, അവരുടെ ആളുകളൊക്കെ ചോദിച്ചു, എവിടെയാണ് നിങ്ങളുടെ സ്ഥാപനം? കോട്ടക്കൽ. ഓഹോ, ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടക്കൽ. അതെന്താ മെട്രോപോളിറ്റൻ സിറ്റിയായി എറണാകുളം കൊച്ചിയിലും തുടങ്ങാത്തെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് കോട്ടക്കൽ ആരോഗ്യശാല അറിയോ? ബ്രാഞ്ചുകൾ ഇന്ന് അമേരിക്കയിൽ തുടങ്ങാൻ പോകണം. എന്തേ അത് അമേരിക്കയിലാവാത്തെ? ഒന്നും മിണ്ടില്ല, അദ്ദേഹത്തിന് വാക്കുകൾ ഉണ്ടായിരുന്നില്ല, അദ്ദേഹം പോയി. എന്ന് പറഞ്ഞ പോലെ ദുബായിൽ ബ്രാഞ്ച് ഉണ്ട്, ഡൽഹിയിൽ ബ്രാഞ്ച് ഉണ്ട്, പക്ഷേ ഹെഡ് ഓഫീസ് ഇപ്പോഴും കോട്ടക്കൽ ആ ഗ്രാമത്തിൽ തന്നെയാണോ? അത് അന്തസ്സോടെ പറയും, അതിൽ അഭിമാനമേ ഉള്ളൂ. ഏതായാലും 12ാം വാർഷികത്തിന്റെ വിപുലമായ പരിപാടികൾ PM ഓഡിറ്റോറിയത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫൈനൽ പ്രോഗ്രാം നടക്കുന്നത് 12/12/12 12ാം വാർഷികം 12 PM PM ഓഡിറ്റോറിയത്തിൽ നടക്കാൻ പോകുന്നതിന്റെ ആദ്യ സ്റ്റെപ്പാണ്. കാരണം ഇവിടെയുള്ള എല്ലാവർക്കും അതിൽ പങ്കെടുക്കാൻ ഈ സ്ഥാപനം അടച്ചുപൂട്ടേണ്ടി വരില്ലേ. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ കുറച്ച് ആളുകളെ ബെസ്റ്റ് അച്ചീവേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ കൂടെ നിന്നുകൊണ്ട് ഈ കമ്പനിയുടെ വളർച്ചയിൽ പങ്കാളികളായ ഒരു പറ്റം ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മയാണത്. ഈ ചെറുപ്പക്കാരുടെ ഒരു 5-6 പേരെ ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർക്ക് ബഹുമാനപ്പെട്ട കൈകളിൽ നിന്നും ET സാഹിബിന്റെയും അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട സുബി സാഹിബിന്റെ ഒക്കെ കൈകളിൽ നിന്ന് അവർക്ക് ഒരു മൊമെന്റോ, ഒരു സ്നേഹോപഹാരം വാങ്ങാൻ അവർക്ക് താല്പര്യമുണ്ട്, ഒരു അവാർഡ് വാങ്ങാൻ താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു വേദി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ആ ഒരു വേദിയിലാണ് നമ്മളിപ്പോൾ. ഞാൻ എൻ്റെ പ്രഭാഷണം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. പാർലമെന്റ് തുടങ്ങാൻ 10 മണിക്ക് ആരംഭിക്കേണ്ടതുണ്ട്. അവർക്ക് പെട്ടെന്ന് പോകേണ്ടത് കൊണ്ട് ഞാൻ തൽക്കാലത്തെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു. അടുത്തായി വേദിയിൽ നടക്കുന്നത് കമ്പനിയുടെ കൂടെ ദീർഘകാലം പ്രവർത്തിച്ചു വരുന്ന സ്റ്റാഫ് അംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങാണ്. ഈ ചടങ്ങിൽ അവാർഡ് ദാനം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പാർലമെന്റ് അംഗം ശ്രീ ET മുഹമ്മദ് ബഷീർ സാറിനെ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി വേദിയിലേക്ക് വരാൻ വന്നത്